കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അർജുന് വേണ്ടിയിട്ട് ഒരുപാട് തിരച്ചിലുകൾ നടത്തി. പക്ഷേ ഫലം കണ്ടില്ലെന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ വലിയ വലിയ മിസ്റ്റേക്കുകളാണ് പറ്റിയിട്ടുള്ളത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളത്. 10 ദിവസത്തോളം കരയിൽ നിരന്തരമായിട്ട് ലക്ഷ്യം കാണാതെ പിന്നീട് പുഴയിലേക്ക് തിരച്ചിലുകൾ വ്യാപിപ്പിച്ചെങ്കിലും ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഇതിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുകയാണെങ്കിൽ അത് കർണാടക സർക്കാരിൻ്റെ കൈകളിൽ പറ്റിയ മിസ്റ്റേക്കാണ് എന്ന് തന്നെ പറയണം. പലപ്പോഴും അവർ ഇതിനെ കണ്ട സമയത്ത് അതിൻ്റെതായ സീരിയസോടെ കാണാത്തത് കൊണ്ടാണ് അത് ഇത്തരത്തിലേക്ക് പോയതും അർജുനെ ഇത്രയും സമയമായിട്ട് കാണാൻ കഴിയാതിരുന്നതൊക്കെ. അവർ പറയുന്നുണ്ട് ട്രക്കിനുള്ളിലുണ്ട് എന്ന്. പക്ഷേ എന്നിട്ട് ട്രക്ക് എവിടെ? ട്രക്കിൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ വലിയ വലിയ സംവിധാനങ്ങളും ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യേണ്ട യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരിക്കലും ഒരു ഗവൺമെൻറ്റിനെ വിമർശിക്കുകയോ ഒന്നുമല്ല. നമ്മളെ കേരളത്തിലായിരുന്നു എങ്കിൽ ഈ ഒരു അപകടം എപ്പോഴോ അതിനൊരു തുമ്പുണ്ടാവുമായിരുന്നു. മാത്രമല്ല അവസാന നിമിഷത്തിൽ കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിനു വേണ്ടി പണം ചെലവഴിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നുവരെ ഗതിയിൽ അവരെത്തിച്ചു. എത്ര ലാഘവത്തോടെയാണ് ഒരു സർക്കാർ അവരുടെ ഏതൊരു അപകടം സംഭവിച്ചാലും ഏതാണോ ആ ഏരിയ അടിസ്ഥാനമാക്കി ആ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെയാണ് അതുവഴി ഓടുന്ന ടോള് കാര്യങ്ങൾ, ഈ ടാക്സ് കാര്യങ്ങളൊക്കെ അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഇത് മലയാളികളായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഈ മലയാളക്കരയിലായിരുന്നു എങ്കിൽ ഇന്ന് അർജുനെ എപ്പോഴോ കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അറിയാമായിരിക്കും ഈ അടുത്ത് ഇപ്പോൾ വയനാട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രയാസം എത്ര വേഗത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. അവിടെയും സൈന്യം വന്ന് തിരച്ചിലുകൾ നടത്തി, ഒരുപാട് തിരച്ചിലുകളൊക്കെ നടത്തി. പക്ഷേ സൈന്യത്തിൻ്റെതായ രീതിയിൽ ഒരുപാട് തിരച്ചിലുകളൊക്കെ നടത്തി. പക്ഷേ ഒരു ഗവൺമെൻറ്റാണ് ഇതിനൊക്കെ വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ വളരെ നിസ്സഹകരണമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ അതേസമയം നമ്മളെ വയനാട്ടിലുള്ള ദുരന്തത്തിനൊക്കെ ഏറെ സപ്പോർട്ടോടുകൂടെ ഗവൺമെൻറ് ആണെങ്കിലും അവിടുത്തെ ജനങ്ങളാണെങ്കിലും ആ ഒരു സന്നദ്ധ പ്രവർത്തകരൊക്കെ ആണെങ്കിലും ഒരേ മനസ്സോടെ, സത്യം പറഞ്ഞാൽ ലോകത്ത് നമ്മളെ മലയാളികളെ പോലെ ഇത്ര ആത്മാർത്ഥമായിട്ട് ഏതൊരു സമയത്തും ഇത്രയും ആർജവത്തോടെ ഒന്നിച്ച് നിൽക്കുന്ന, എന്തെങ്കിലും ഒരു അപകടം പറ്റുന്ന സമയത്ത് ഒന്നിച്ച് നിൽക്കുന്ന ഒരു സമുദായത്തെ നമുക്ക് കാണാൻ കഴിയുമെന്ന് സംശയമാണ്. അതിനൊക്കെ നമ്മളെ ഉദാഹരണം തന്നെയായിരുന്നു ആ കോവിഡ് കാലത്തുണ്ടായിരുന്ന ആ വിമാന ദുരന്തം. ആ വിമാന ദുരന്തത്തിലൊക്കെ ഏറെ ഒന്നിച്ച് നിന്നിട്ട് എല്ലാവരും അതിന് ശക്തമായിട്ട് ഒരിക്കലും ഒന്നിച്ച് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് കുറേ മനുഷ്യരുടെ ജീവന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ആ സമയം കർഫ്യൂ പ്രഖ്യാപിച്ച സമയമായിട്ട് പോലും അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. അങ്ങനെ ആയിരിക്കണം. ഇന്ന് ലോകത്ത് ഒരുപാട് ജനങ്ങൾക്ക് വലിയ പ്രചോദനമാവാൻ തന്നെ മലയാളികളെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അത് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാലും ഈ അർജുൻ്റെ വിഷയത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ വിഷമകരം തന്നെയാണ്. നിലവിൽ ഇനിയും തിരച്ചിലുകൾ തുടങ്ങും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ആ ഒരു ഫിഷേഴ്സ് നമ്മളെ പ്രളയം വന്ന സമയത്തും ഏത് സമയത്തും നമുക്ക് സഹായത്തിനായിട്ടുണ്ടായിരുന്ന ആ ഫിഷേഴ്സ് മാൽപ്പ അടങ്ങുന്ന ആ ഒരു സംഘം അവിടെ വന്ന് അവർ വളരെ ആത്മാർത്ഥതയോടെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു. പക്ഷേ പിന്നീട് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ടില്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു തണുപ്പൻ നയത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് തന്നെ പറയണം നമ്മൾ. അല്ലെങ്കിലൊന്നും ഇത് ഇത്രമാത്രം ലാഘവത്തോടെ കൊണ്ടുപോകേണ്ട ഒരു വിഷയമേ അല്ല. നമുക്കറിയാമായിരിക്കും യഥാർത്ഥത്തിൽ ഫിഷേഴ്സൊക്കെ അവരുടെ എല്ലാം മറന്നുകൊണ്ട് ആ ഒരു വലിയ ദുരന്തം പ്രളയ സമയത്തൊക്കെ അവർ ഇറങ്ങി പുറപ്പെട്ട ആ മനുഷ്യർ
ആ മനുഷ്യർ തന്നെയായിരുന്നു അർജുനു വേണ്ടിയിട്ട്, അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏറെ പണിപ്പെട്ടതും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ ഈശ്വർ മാൽപ്പ ഒരുപാട് പ്രയത്നിച്ചു. പക്ഷേ ഈശ്വർ മാൽപ്പയ്ക്ക് വേണ്ട സപ്പോർട്ട് ഈ അവസാന സമയത്ത് ഇപ്പം നിലവിൽ അവിടെ തെരച്ചിലോ ഒന്നും ഇല്ല, ഒക്കെ ശാന്തമായിട്ടുണ്ട്. ഗവൺമെൻറ് ഇത്രമാത്രം ലാഘവത്തോടെ മാത്രം കാണുന്നത് കൊണ്ട് തന്നെ അതിന് വലിയ ഏറെ പ്രസക്തിയൊന്നും ആരും നൽകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സത്യത്തിൽ ഈ ഈശ്വർ മാൽപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വന്ന് തെരച്ചിലിന് വേണ്ടി വന്നിട്ട് പക്ഷേ ഈ ഈശ്വർ മാൽപ്പയെ മടക്കി അയക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ സർക്കാരിന് ഇതെല്ലാം ഒരു അധിക ചെലവാണ് എന്നാണ് കർണാടക സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വം എത്രമാത്രം മൂല്യവത്താണ് എന്നുള്ളത് നമ്മൾ മലയാളികളിൽ നിന്ന് തന്നെ ലോകം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയണം. എന്ത് തന്നെ ആയാലും ഒരുപാട് വിഷമത്തിലാണ് ഇപ്പോഴും ആ അർജുൻ്റെ ഫാമിലി. അർജുനു വേണ്ടിയിട്ട് നിരന്തരം പള്ളികളിലും അമ്പലങ്ങളിലും ക്രിസ്ത്യൻ ചർച്ചുകളിലും എല്ലാ ആരാധനാലയങ്ങളിലും മലയാളികൾ പ്രാർത്ഥനയിൽ മുഴുകുകയാണ് ഇപ്പോഴും, പല പള്ളികളിൽ നിന്ന് പോലും. അതാണ് നമ്മുടെ സംസ്കാരവും, അതാണ് നമ്മുടെ ഒരു വ്യത്യസ്തത. ഇതൊക്കെ തന്നെയാണ് ലോകത്തിന് മുന്നിൽ മലയാളികളെ ഏറെ വ്യത്യസ്തരാക്കുന്നത്. ഏതായാലും അർജുനെ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇനി തൃശ്ശൂരിൽ നിന്നും ആ ഒരു എക്സ്കവേറ്റർ എത്തിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്നൊരു സംവിധാനം ആയിട്ടുള്ള ആ എക്സ്കവേറ്റർ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഏതായാലും അതിനൊരു ഉത്തരം കിട്ടണം എന്ന് തന്നെയാണ്. ഇനി അഥവാ ഒരു മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ അർജുനെ തിരിച്ച് കിട്ടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഒരുപാട് ആ കുടുംബം വിഷമത്തിലാണ്. ആ കുടുംബം കാരണം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പലരും അർജുനെ മറന്നു പോകരുത്. ഇനിയും അർജുൻ്റെ നീതിക്കായി നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.